ഇന്ത്യയുടെ പൂപ്പടം പോലെ അങ്ങനത്തെ ടെന്റ് കിട്ടി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു തരി തണുപ്പകത്തേക്ക് കയറില്ല. പിന്നെ അവിടുത്തെ പെണ്ണൊക്കെ എന്നോട് വ്ളോഗറാണ് കൂട്ടുകാരൻ എന്തൊരു പരിപാടി എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ ടെന്റ് പഠിക്കാൻ പറ്റില്ല സാർ. അമ്മ വിളിച്ചിട്ട് ജാതി കലാപം ടെന്റ് പഠിക്കാത്താണ്ട് ഓടി എത്തിയില്ലാന്നേ. 200 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വഴിയാണെങ്കിൽ ഫുള്ള് ചൊരാണ്. അത് കയറി വരുമ്പോഴേക്കും നമ്മുടെ ഉപ്പാടാകും. പിന്നെ വഴിയൊക്കെ മൊത്തം കെട്ടറാണ്. കാലത്ത് തന്നെ മിഠായിരുന്നു പല്ലിൻ്റെ ഇടയിൽ കയറി. ഇവിടെ ഇറങ്ങണം 11 മണിയായി. നേരം വൈകി എനിക്കുമ്പോൾ നേരം വൈകാണത്തെ. എനിക്കുമ്പോഴല്ല പരിപാടികളൊക്കെ തീർത്ത് വരുമ്പോൾ നേരം വൈകും. ഇനി പെട്രോൾ അടിച്ചിട്ട് ഇവിടുന്ന് പതുക്കെ തെറിക്കാൻ നോക്കണം. ഈ കാണുന്ന ഹോം സ്റ്റേലാട്ടോ നല്ല കിടന്നേ 500 രൂപ. ഞാൻ 200 കൊടുത്തുള്ളൂ കേട്ടോ. ബാക്കി അവനോട്ടെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ ഫണ്ട് ഷോക്കായിരുന്നു. അപ്പോൾ 200 ഞാൻ കൊടുത്തു. ബാക്കി അവനോട്ടു. ഞാൻ നിൽക്കണ തൊപ്പി വെച്ച് വെച്ചുള്ളവനാടാ ആളാണ് എൻ്റെ മുതലാളി. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടി. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ നിർത്തി. ഫുള്ള് മലകളാണ് ഇവിടെ. ഇന്നലെ 500 രൂപ പെട്രോൾ അടിച്ചതുകൊണ്ട് എന്നിട്ട് ഇപ്പം ടാങ്കായി. എൻ്റെ പോലെ പെട്രോൾ തീരണ വഴികളില്ല. എത്ര മല കയറി പോകുന്നു ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി പോയായിരുന്നു. ഏതൊക്കെയോ ഒരു കാട്ടുവഴിക്കൊക്കെ കയറി. ആട്ടോ അവസാനം ഇവിടെ എത്തിയപ്പോൾ 8 മണിയൊക്കെ കണ്ടായി. ഇപ്പം ഇന്ന് കിടന്ന ഹോം സ്റ്റേയിൽ ഇന്നലെ കിടന്ന ഹോം സ്റ്റേയിൽ എത്തിയപ്പോൾ കയ്യൊക്കെ ഉണ്ടല്ലോ. കൈ ഈ തുമ്പ തുമ്പല്ലേ ഈ തുമ്പൊക്കെ കുത്തി കുത്തി വേണം കയറുന്നു തണുപ്പടിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ 11 മണി 11:30 ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. 500 രൂപയ്ക്കൊന്നും ഞാൻ അടിക്കാറുണ്ടായിരുന്നില്ല. ഇന്നലെ പക്ഷേ 500 രൂപയ്ക്ക് അടിക്കണ്ടെന്നു. കുറച്ച് ദിവസമായി പെട്രോൾ അടിച്ചിട്ട് 2 ദിവസമായി പെട്രോൾ അടിച്ചിട്ട്. അതാണ്ട് 500 രൂപയ്ക്ക് അടിച്ചു ഇന്നലെ. 500 അടിച്ച് കഴിഞ്ഞും ഫുള്ളായിട്ടോ. ഈ ചുരം കാണാൻ ജാതി പക്കിയിട്ടാ. ഇങ്ങനത്തെ ഈ ചുരം കയറുമ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ പരിപ്പുളകാണ്. വണ്ടിയുടെ അടുത്ത് കലവില കേൾക്കണ്ട്. പെട്രോളും അതുപോലെ ജാതി പിടുത്തം. ഇത്രയൊന്നും പെട്രോൾ പിടിക്കാറുണ്ടായില്ല. നല്ല കാറ്റുണ്ട്. ഷിംല പോണ വഴിയാട്ടോ ഷിംല. ഇവിടുത്തെ ബസ്സൊക്കെ ഈ വഴിക്ക് ചുട്ടാല കളിക്കാനെ. അവന്മാര് സ്ഥിരം പോയി പരിചയമായതുകൊണ്ട് കാറും ടാക്സി കാറിലൊക്കെ ചുട്ടപ്പട്ട പഠിച്ച തന്നെ. നമ്മള് ഇങ്ങനത്തെ ഹമ്പൊക്കെ കാണുമ്പോൾ ചവിട്ടും. മറ്റവന്മാരെ ചവിട്ടത്തില്ല. അവന്മാരെ അതുമ്പോൾ ചാടിച്ചാ പോണേ. കയറി വന്നപ്പോൾ അവൻ ഒരു ഓറഞ്ച് കടയിൽ നിർത്തി ഓറഞ്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിർത്തിയത് ഓറഞ്ച് നല്ല ഫ്രഷ് ഓറഞ്ച്. ഇനി ഒരു ഓറഞ്ചൊക്കെ തിന്നിട്ട് പോവാ അവിടുന്ന്. ഓറഞ്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. മുട്ടം പുളിയാ. വായൊക്കെ പുളിച്ചു. പല്ലൊക്കെ പുളിച്ചു. പല്ലൊക്കെ പുളിച്ചിട്ട് പാടില്ല. എന്തായാലും ആൾക്ക് മുട്ടം കച്ചവടം കേട്ടോ. കാറുകാരൊക്കെ നിർത്തിണ്ട് വന്ന് കറക്റ്റ് ബെന്റി തന്നെ ആൾ കട കൊണ്ടിട്ടാണ്. പാർക്കിങ്ങിന് സ്ഥലമുള്ളതുകൊണ്ട് പിന്നെ ഓറഞ്ചുള്ള ആൾക്കാർ ചാടി കയറി വാങ്ങണ്ട്. വലിയ പൈസ ഒന്നും ഇല്ലാവുന്നുണ്ട്. നീ ഒരു ചൊരറങ്ങിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട്. ഇതൊക്കെ എൻ്റെ പൊന്നോ ഒരു ചുമട്ട് വീടുകളാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. വീടുകളായിരിക്കും. ഫ്ലാറ്റ് അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ആയിരിക്കുള്ളൂ. ഒരു മലയില് ഇത് മാത്രമേ കാണാനുള്ളൂ. ഒരു ചുമട്ട് ഇത് അവിടെ അങ്ങനെയാണ്. ഇന്ത്യയുടെ പൂപ്പടം പോലെ ആണോ. അവിടെ കുറേ ഇവിടെ കുറേ ഇവിടെ കുറേ അങ്ങനെ കുറേ സെറ്റപ്പ്. എൻ്റെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കുള്ളൂ ഇവിടെ. തിങ്ങി പാർക്കണ് ആൾക്കാർ. തിങ്ങി പാർക്കണ ഒരു സ്ഥലമല്ല ഒരു മല. ആൾക്കാർ തിങ്ങി പാർക്കണ ഒരു മലയിടുന്നത്. എന്നിട്ടാണ് സെറ്റപ്പ്. എല്ലാ മലയും ഇവിടെ ആൾക്കാർ കയ്യേറിയ. ഒരു മല പോലില്ല ആളില്ലാത്ത മല. എല്ലാ മലയിലും ആൾക്കാരുണ്ട്. തിങ്ങി പാർക്കാണ്. ഈ മലയിൽ മാത്രം ആൾക്കാർ തിങ്ങി പാർക്കണുണ്ട്. ഇവിടുത്തെ 38 കിലോമീറ്റർ ഓടാണ്ട്. കാറ്റടിക്കാണ്ട് ചിലപ്പോൾ ഞാൻ പറയാൻ കേൾക്കില്ലാട്ടാ. 38 കിലോമീറ്റർ ഓടാണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റിയോട് വീട പറയാം. സിറ്റി മടുത്തു. പണ്ടേ മടുത്തുന്ന സംഭവം സിറ്റി. പക്ഷെ എങ്ങനെ പോയാലും കറങ്ങിത്തിരിക്കും ഇവിടെ തന്നെ. അതാണ് കാടല്ലേ കയറും. എന്നാലും സമാധാനം ഉണ്ടാവുള്ളൂ. ടെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ടെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കാട്ടി കയറാം. സിറ്റിയിലായിട്ട് വേറെ കാഴ്ചകളൊന്നും ഇല്ലാട്ടാ. ഇതൊക്കെ തന്നെ ഉള്ളു കാഴ്ചകൾ. വേറെ ഒന്നും കാണിക്കാനില്ല. കാട്ടി കയറിയാലും 5 കാഴ്ചകളുണ്ടാവുള്ളൂ. എനിക്ക് ഇതൊക്കെ കണ്ടു മടുത്തു. എങ്ങനെയെങ്കിലും ഇവിടുത്തെ രക്ഷപ്പെട്ട ഒരു ചായക്കട കണ്ടാണെങ്കിൽ ചായ കുടിക്കാന്ന് മനസ്സിലാലോചിച്ചുള്ളൂ. അപ്പം തന്നെ ഒരു ചായക്കട. കാലത്ത് ഒരു കട്ടൻ അടിച്ചിട്ട് ഇറങ്ങിയതാ. വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഇടയിന്ന് കഴിച്ച 2 ഓറഞ്ച് അത് മാത്രമേ കഴിച്ചുള്ളൂ. ഒരു കാലിച്ചായ അടിച്ചിട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടി എനർജി കിട്ടൂല. ഇതേ നിൽക്കണ ചുള്ളന്മാരെ കണ്ട. ഇവരെൻ്റെ അടുത്ത് കേരളത്തിൽ നിന്നാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതേ പറഞ്ഞു. എവിടെ വരെ പോയിരുന്നു. ഞാൻ ലഡാക്കൊക്കെ പോയിട്ടാണല്ലേ ഇത് പറഞ്ഞു. ചുള്ളന്മാരെ കിളി മാറി. ഈ ഒരു ആംബിയൻസ് കണ്ട് ചായ കുടിക്കാൻ ജാതി രസം. അങ്ങോട്ടൊക്കെ എന്തൊക്കെ വെക്കില്ല കാണാനായിട്ട്. ജാതി രസം. ഈ മല കണ്ടപ്പോഴാണ് എനിക്ക് ചായ കുടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായ. ഇത് കണ്ടപ്പോൾ ചായ കുടിച്ചാലോ ഒരു പൂതി. അപ്പം തന്നെ ഒരു ചായക്കട കിട്ടിയ ജാതി രസോടെ കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ടോ. കയറിയൊക്കെ മരയിച്ച് ഡക്കാത്തലുള്ള എത്തി. വലിയ ഷോപ്പാ. വലിയ ഡക്കാത്തലാണ്. ഇവിടെ മറ്റേ സുഡിയൊക്കെ ഉണ്ട്. അത് കണ്ടാ ഇപ്പുറത്ത് സൈക്കിളൊക്കെ ഇരിക്കണൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ആദ്യം ടെൻറ്റ് നോക്കലേ. അങ്ങനത്തെ ടെൻറ്റ് കിട്ടി. 2599 രൂപ ഇത് മേടിച്ചേക്കണേ. എത്രയാണാവോ. ഇവിടെ ആരും കാണാല്ലേ. ഒരു സ്ത്രീ വരുന്നുണ്ട്. സ്ത്രീയോട് ചോദിച്ചു നോക്കാം. ബാഗിന് 4999 രൂപ. 50 ലിറ്ററിൻ്റെ. പിന്നെ 35 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. 2999 രൂപ. ഇത് മേടിച്ചാലോ 50 ലിറ്ററിൻ്റെ മേടിച്ചാലോ. ഇതാണ് കുറച്ചുകൂടി നല്ലതെങ്കിൽ തോന്നണേ. ടെൻറ്റ് സെറ്റ് ആട്ടോ. ടെൻറ്റും പിന്നെ ഒരു ബാഗും പിന്നെ ഒരു അരയെ കെട്ടണ ബാഗും മേടിച്ചിട്ട് ട്രക്ക് ചെയ്യുമ്പോൾ കുത്തി പിടിച്ചിറങ്ങുന്ന സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. 999 രൂപ. 1999 ഉണ്ട്. 999 ഉണ്ട്.
കുറേ സംഭവങ്ങളുണ്ട്, എന്തൊക്കെയാ മേടിക്കരുത്. പക്ഷെ കാശില്ലാത്തത് മേടിക്കാൻ പറ്റുള്ള. നമുക്കല്ല കാട്ടിൽ നിന്നല്ല വടി വെട്ടി കുത്തി പിടിച്ച് നടക്കാം. കിട്ടില്ല സാധനം. ജാക്കറ്റിൻ്റെ വില നോക്കി 14,999 രൂപ. ഏറ്റപ്പല്ലേ എന്തോരം ജാക്കറ്റാ നോക്കി. കില്ലിക്കട്ട ജാക്കറ്റുകൾ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഉള്ളിൽ കയറില്ല. അമ്മാതിരി സാധനം. വെയിറ്റില്ലാത്ത ജാക്കറ്റാ. കുറേ സംഭവങ്ങളുണ്ട്. കാശാവട്ടെ, എന്നിട്ട് വേണം ഡക്കാത്തോളം വിലക്ക് മേടിക്കാൻ. ബാഗ് മേടിച്ചു. ബാഗ് സാധനങ്ങളൊക്കെ മേടിച്ചത് പുറത്തേക്ക് ഇറങ്ങാണ്. ബാഗ് മേടിച്ച് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ വണ്ടി ഒന്ന് ഷോറൂമിൽ കയറ്റി. അതിൻ്റെ ഗിയറ് വെള്ള. അപ്പോൾ ഇവിടെ അടുത്ത് KTM ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പണിക്ക് കയറ്റി. ടെൻ്റൊക്കെ മേടിച്ചിട്ടൊരു മലയുടെ അടുത്ത് എത്തിയിട്ടാ. ഇന്ന് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന മലയുടെ മുകളിൽ ടെൻ്റ് അടിക്കാന്ന് വിചാരിച്ചാണ്. ബാഗ് മേടിച്ചു, പിന്നെ ഒരു ടെൻ്റ് മേടിച്ചു, പിന്നെ അരയിൽ കെട്ടാൻ ചെറിയൊരു ബാഗ് മേടിച്ചു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു. അതൊക്കെ നാളെ ഞാൻ കാട്ടിയിട്ടാ. ഇന്ന് അവിടെ വെച്ച് കാണിക്കാൻ വെച്ചപ്പോൾ തിക്കുന്നവരൊക്കെ അവിടെ നിറച്ച ആൾക്കാർ. പിന്നെ അവിടുത്തെ പെണ്ണൊക്കെ എന്നോട് വ്ളോഗറാണത്. എനിക്കത് കേട്ടപ്പോൾ താടായിച്ചേ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ ഒരു മടിയായി. അവരെൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതൊക്കെ പറയണേ. എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായി. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ആ പെണ്ണില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കയറി കാണാം. കണ്ടിഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടില്ലൊന്നും ചെയ്യണ്ട. നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.